ഇന്ത്യൻ വിദ്യാർത്ഥി പ്രക്ഷോഭ ചരിത്രത്തിൽ എക്കാലവും പ്രകാശം പരത്തുന്ന ചിത്രമാണിത്. ഈ ചിത്രം ഒരു ചരിത്രം പറയും. പ്രക്ഷോഭത്തിൻ്റെ, ഉജ്ജ്വലമായ സമരത്തിൻ്റെ, ധീരതയുടെ, ജനാധിപത്യ ബോധത്തിൻ്റെ. അടിയന്തരാവസ്ഥ കാലം. ഇന്ത്യയാകമാനം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ഡൽഹിയിൽ ഈ പ്രക്ഷോഭങ്ങൾക്കാകെ നേതൃത്വം നൽകിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇടതു വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അന്ന് ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിൽക്കാൻ SFI നേതാക്കളായ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഉണ്ടായിരുന്നു. സീതാറാം എന്ന JNUവിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. JNUവിൻ്റെ ചാൻസലർ സ്ഥാനം വഹിക്കുന്നത് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ചാൻസലർ സ്ഥാനം ഒഴിയാൻ ഇന്ദിരാഗാന്ധി തയ്യാറാവുന്നില്ല. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് സീതാറാമിന്റെ നേതൃത്വത്തിൽ JNUവിലും പുറത്തും നടന്നത്. ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിലേക്ക് JNUവിലെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് നടത്തി. സീതാറാമായിരുന്നു മാർച്ചിന്റെ നായകൻ. സ്വന്തം വീടിന് മുന്നിൽ മാർച്ചുമായി എത്തിയ പ്രക്ഷോഭക്കാരായ വിദ്യാർത്ഥികളെ കാണാൻ ഇന്ദിരാഗാന്ധി അവരെ വീടിനുള്ളിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. 5 പേർക്ക് കടന്നു വരാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സീതാറാം പറഞ്ഞു, വിളിക്കുന്നെങ്കിൽ 5 പേരെ മാത്രമായി വിളിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് മുഴുവൻ പേർക്കും പറയാനുള്ളത് ഒന്നാണ്, അത് താങ്കൾ കേൾക്കണമെന്ന്. ഒടുവിൽ ഇന്ദിരാഗാന്ധി തന്നെ അന്ന് പുറത്തേക്ക് ഈ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഓം മേത്തയും കൂടെയുണ്ടാവും. ഒരു പ്രസംഗത്തിന് ശേഷം യെച്ചൂരി പ്രമേയം വായിക്കുകയാണ്. അടിയന്തരാവസ്ഥയിലെ ക്രിമിനലുകൾ എന്നാണ് ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരെ അന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം തൊട്ടുമുമ്പ് വിളിച്ചതും ഈ പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നതും. പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനിശ്ചിതമായ രീതിയിലേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയാകമാനം നടന്ന അധികാരത്തിൻ്റെ ക്രൂരതയെക്കുറിച്ചുള്ള വിശേഷണങ്ങളോ അല്ലെങ്കിൽ വിവരണമോ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുഖം മങ്ങുകയും ഇന്ദിരാഗാന്ധി മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഓർക്കണം, തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി JNUവിൻ്റെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം രാജിവെച്ചു. ഇന്ത്യ കണ്ട ഏകാധിപതിയായ പ്രധാനമന്ത്രി എന്ന സ്ഥാനമാണ് അല്ലെങ്കിൽ വിശേഷണം പലപ്പോഴും നേടിയിട്ടുള്ള ആളാണ് ഇന്ദിരാഗാന്ധിയെങ്കിലും സ്വന്തം വീടിന് മുന്നിൽ പ്രക്ഷോഭമായി വന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വരാനും അവരെ ചർച്ചയ്ക്ക് വേണ്ടി അകത്തേക്ക് ക്ഷണിക്കാനും അവർ ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്ന് കണ്ടപ്പോൾ ആ ന്യായത്തെ തുടർന്ന് ചാൻസലർ സ്ഥാനം രാജിവെക്കാനും ഇന്ദിരാഗാന്ധി തയ്യാറായി. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാളെ JNUവിൻ്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ കഴിഞ്ഞ ഉജ്ജ്വലമായ ഒരു സമരത്തിൻ്റെ നായകൻ കൂടിയാണ് ഇന്ന് വിടവാങ്ങിയ സീതാറാം യെച്ചൂരി. പ്രായം 72 എത്തിയെങ്കിലും ഈ 72-ാം വയസ്സിലും JNUവിൽ നടക്കുന്ന ഏതു സമരത്തിലും CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുമ്പോഴും സീതാറാം യെച്ചൂരി എത്തും. സീതാറാമിന് അന്നും ഇന്നും JNUവിലെ SFIക്കാരൻ്റെ വീര്യമുണ്ട്, JNUവിലെ SFIക്കാരുടെ ആശയ വ്യക്തതയുണ്ട്. അതേ വ്യക്തതയോടുകൂടി അതേ വീര്യത്തോടു കൂടിയാണ് എന്നും ചെറുപ്പക്കാർക്കൊപ്പം സീതാറാം യെച്ചൂരി നിൽക്കുന്നതും. സീതാറാം യെച്ചൂരിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് പറയാൻ ഇത്തരം സമരങ്ങളുടെ ഒരുപാട് ചരിത്രമുണ്ട്. ഇന്ത്യൻ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ നെയ്ത്തിലടക്കം നിരവധി ചരിത്രം സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് സീതാറാം യെച്ചൂരിക്കും ഇന്ദിരാഗാന്ധിക്കുമൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ കൂടി പ്രാധാന്യം വരുന്ന ഒരു ചിത്രമാണിത്.